വരാൻ പോകുന്ന ഒരു കോംബോ പെർഫോമൻസാ. നമുക്ക് സ്വാഗതം ചെയ്യാം അഖില ആൻഡ് അരീഷ്. നമസ്കാരം. ഹലോ നിസന്റേട്ടാ, പറയൂ. ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, ഡോക്ടറാണ് ഇവിടെ നിൽക്കുന്നത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്ക് ഇത് ഒരു അസുഖം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇല്ല. അത് എന്നോട് നോക്കിട്ട് എന്തിനാ? അല്ല, ഉറപ്പ് പറയാണ്. കാരണം എല്ലാവർക്കും അറിയാം എനിക്ക് കുഴപ്പമായിരുന്നു, ഒക്കെ അറിയാം. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യിപ്പിക്കല്ലേ എന്നെ കൊണ്ട്. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞേ. എന്തിന്റെ ഡോക്ടറാണ്, എന്തിനാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ഇത് BMS കഴിഞ്ഞിട്ടല്ലേ? BMS കഴിഞ്ഞോ? ഇല്ല, ഇപ്പൊ 3rd ഇയർ ആണ്. ഓ, എന്തായാലും നല്ലൊരു ആയുർവേദിക് ഡോക്ടറായിട്ട് വരട്ടെ അല്ലേ. നമ്മളെ എല്ലാവിധ ആശംസകളും നേരും. ഇദ്ദേഹം ഹരീഷ്. ഞാൻ എറണാകുളത്ത് UASC എന്നുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് പെർഫോമൻസ് കാണാം. ഓക്കെ, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? ഞങ്ങള് ഒരു കോംബോ ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിനി ഹരിദാസ് ആണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ഷോയുടെ ഇൻട്രോ എന്ന് പറഞ്ഞിരിക്കട്ടെ. നിങ്ങൾ എന്നോട് സജസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് ചെയ്തെന്നിരിക്കട്ടെ. നെക്സ്റ്റ് എനിക്ക് കമന്റ്സ് ഇടാൻ തുടങ്ങും. തീർച്ചയായും നെക്സ്റ്റ് സെക്കൻഡോട് തുടങ്ങും, ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ. രഞ്ജിനി ഹരിദാസ് അങ്ങനെ ചെയ്തു, രഞ്ജിനി ഹരിദാസ് ഈ ഷോയിൽ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തൊരു നോവലിസ്റ്റ് ഉണ്ട്. പുള്ളി ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തെ ഒരു റഷ് കാരണം എനിക്ക് പേരൊന്നും ചോദിക്കാൻ പറ്റില്ല. എന്താ ചേട്ടാ പേര്? എന്തു പേര്? മനോഹർ മംഗളോദയം. ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ്. പോരാത്തതിന് കേരളത്തിലെ മൊത്തം സ്ത്രീജനങ്ങളുടെ നെഞ്ചിലേറ്റിയ ഒരു നോവലിസ്റ്റുമാണ്. ചേട്ടാ, കുറെ നേരമായിട്ട് ഇന്നസെന്റ് ആയിട്ട് എന്നെ നോക്കി കൈയും കാലും ഒക്കെ കാണിക്കുന്നു. എന്താ അർത്ഥം എന്താ? അതിന് പ്രണയ ചേഷ്ടകൾ എന്ന് പറയും. കല്യാണം കഴിഞ്ഞവരെ ഇത് തുടരും. കല്യാണത്തിന് ശേഷം കല്യാണം കഴിഞ്ഞവരെ നോക്കുമ്പോ ആറ്റിപ്പയക്കും ഇവർ. ബൈ ദ ബൈ, എന്റെ പനിനീർ പൂവിന്റെ പുഷ്പം എന്ന നോവൽ കുട്ടി വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചിട്ടില്ല. ബൈ ദ ബൈ, നന്നായി. സെയിം ടു യു. കുട്ടിയുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ വരണോ? വേണ്ട. ഇവിടെ ആരോ വരുന്നുണ്ട്. ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ കാറിന്റെ മുന്നില് ഒരു ലോക ദുരന്തനായിട്ടുള്ള ഒരാളുടെ കാർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ് ചേട്ടാ. അപ്പൊ എനിക്ക് പ്രതികരിക്കാൻ അറിയാം, പക്ഷെ ഞാൻ പ്രതികരിച്ചില്ല. അപ്പൊ പ്രതികരിക്കാനായിട്ട് ഞാൻ തമിഴകത്തുനിന്ന് വിജയെ കൊണ്ടുവന്നിട്ടുണ്ട്. വിജയേട്ടാ, சார், யாரு வேணாலும் இருக்கலாம் சார். இந்த கோர்ட்டில் தப்பா சொன்னீங்க. 17 வயசு குத்த சொல், ஜூவலைன் ஜஸ்டிஸ் சார். டிரைவிங் லைசன்ஸ் எல்லாம் அப்ளை பண்ணிட்டு கார் எடுத்து தூக்க வைப்ப. செக்ஷன் 304. இல்லைன்னா துருப்பிடிச்ச கத்தியால நானே குத்துவேன். அதே துருப்பிடிச்ச கத்தின்னு தெரியுமா? குத்தினா உடனே உயிர் போகாது. 8 மாசம் சீ பிடிச்சி சாவி. ഒരു സെക്കൻഡ് ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പോയപ്പോ ഇവിടെ എന്തൊക്കെ സംഭവിച്ചേ? കൊല്ലുന്നു, പിടിക്കുന്നു. അതും പോരാഞ്ഞിട്ട് ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് ഇങ്ങോട്ട് അങ്ങ് മാറിന്നപ്പോ ഉടനെ ഒരു ചോദ്യം, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞില്ലേ എന്ന്. ചേട്ടൻ ഒരു കാര്യം അറിയാമോ? എന്നെ കല്യാണം കഴിക്കാനായിട്ട് തമിഴിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ജയരവി ചേട്ടനാ വന്നിട്ടുള്ളത്. ஆக்சுவலி உனக்கு வரப்போறவனை நீ எப்படியெல்லாம் பார்த்துப்ப, எந்த அளவுக்கு லவ் பண்ணுவேன்னு நீ சொன்ன நிமிஷம் நான் முடிவு பண்ணிட்டேன். அந்த ரூபா நானாக இருக்கணும். அதுக்காக நீ காம்ப்ரமைஸ் ஆக தேவையில்லை. உனக்கு நான் பிடிக்கணும்னா அப்பா கிட்ட தைரியமாக சொல்லு. ஸ்டில் ஐ ലവ് യു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും നമ്മുടെ ഒരു എഞ്ചിനീയർ പ്രപ്പോസ് ചെയ്യാൻ ആറ്റിങ്ങിൽ ആരോ വന്നിട്ടുണ്ട്. ആർട്ടിക്കൽ HDFC ബാങ്കിൽ ജോലി ചെയ്ത ഒരു ഭാസ്കരൻ നേരം അറിയോ? ഐ ടോൾഡ് യു, എനിക്ക് പറ്റില്ല ബ്രോ. ചേച്ചിയെ കല്യാണം കഴിക്കാൻ നല്ല ഭാഗ്യം വേണം, നല്ല സൗന്ദര്യം വേണം, സ്വന്തമായിട്ട് പട്ടിക്കുട്ടിയെ വേണം. ചേച്ചിയുടെ ഈ സംസാരം, ചേച്ചിയുടെ ഈ സൗന്ദര്യം എനിക്ക് പറ്റില്ല. ബൈ ദ ബൈ, ഞാനൊരു ബാച്ചിലാണ്. വേണമെങ്കിൽ കുട്ടിക്ക് എന്നെ പ്രപ്പോസ് ചെയ്യാം. അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ധനുഷേട്ടൻ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ധനുഷേട്ടന് സ്വാഗതം ചെയ്യാം. രഞ്ജിനി, எங்கடா இருக்க ரஞ்சினி? நான் கேள் ரஞ்சினி, நமக்கா ஒரு வீடு, நமக்கா ஒரு குடும்பம். அது போ ரஞ்சினி, நீ சொன்னா போதும். தோ நான் மாதிரி இருக்கு രഞ്ജിനി. രഞ്ജിനി, நான் കേളിടാ. അയ്യോ, ഈ കൊച്ചൻ വന്ന് ഇവിടെ എന്തെല്ലാമാണ് സംസാരിച്ചത്? എനിക്കൊന്നും മനസ്സിലായില്ല. എന്റെ മാത്തൂട്ടി ചായനുണ്ടായിരുന്നുവെങ്കിൽ അത് ഞാനിതൊന്നിനും സമ്മതിക്കത്തില്ലായിരുന്നു. കൊമ്പനെക്കാട്ടെ ഈ പണവും പത്രാസും ഒന്നും ഒരു ദിവസം കൊണ്ട് ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടായതല്ല. അരവയറ് മുറുക്കി കെട്ടിയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാണ്. ഇതിന്റെ എല്ലാം താക്കോൽ എന്റെ കയ്യിലേക്ക് തരുമ്പോ മാത്തൂട്ടിച്ചായം പറയുമായിരുന്നു, കൊച്ചു തെരേസ കൊച്ചെ സൂക്ഷിച്ചോണം, കൊണ്ടെങ്ങും പോയി കളഞ്ഞേക്കരുതെന്ന്. ഇപ്പോഴും എന്റെ അരയിലുള്ളത് ഒരു ധൈര്യ. ആക്ച്വലി ഷീലാം എന്തിനാണ് ഇവിടെ വന്നത്? അത് ശരിയാണല്ലോ. എന്റെ ചോദ്യം ഇതല്ല, നമ്മൾ രണ്ടുപേരും എന്തിനാണ് ഈ ഫ്ലോറിൽ വന്നത്? അല്ല ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കുറച്ച് പേര് പറഞ്ഞു ഇവിടെ എന്തോ കോമഡി സൂപ്പർ സ്റ്റാറിന്റെ എന്തോ ഷൂട്ട് നടക്കുകയാണെന്ന്. അപ്പൊ എവിടെ ഫ്ലോർ ഉണ്ട് അവിടെ രഞ്ജിനി ഹരിദാസ് കാണും. എന്നൊരു കാര്യം ചെയ്യാം, കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ള ഇന്നസെന്റേട്ടനോടാ. എപ്പോഴാ കയ്യും കാലും കാണിച്ചേ? ആരെ? അല്ല, അതാ ഞാൻ ചോദിക്കുന്നേ. അഖില പറഞ്ഞു അല്ലേ,
ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുമ്പോ ഇന്നസെന്റിന്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞു അതെനിക്ക് മനസ്സിലായില്ല. അത് ആ കുട്ടിയുടെ ഒരു ധൈര്യമാണ്. എന്ത് കയ്യും കാലും കാണിക്കുമ്പോ ചിലപ്പോ എന്റെ മനസ്സിൽ തോന്നിയത് ചിലപ്പോ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതാവും. കേട്ടോ, അവർക്ക് എന്തും എന്നെ പറയാം എന്നുള്ള സ്വാതന്ത്ര്യം ഇത്രയും കാലങ്ങൾ കൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ? അങ്ങനെ അതെ, എന്തും പറയും. എന്തും പറയാം. എന്തുമല്ല പറഞ്ഞത്, ഇപ്പോഴും ആ കുട്ടി ആ നിലയിൽ ഉറച്ചു നിൽക്കുകയാണ്, കയ്യും കാലും കാണിച്ചു. അല്ല, അവരുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെ അവർക്ക് എന്നോട് സ്നേഹവും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പറഞ്ഞാലൊന്നും വലിയ കുഴപ്പമില്ല എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അഖില ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. സത്യമായിട്ട് പറയും, കുട്ടിക്ക് തോന്നിയത് പറഞ്ഞതാണോ അല്ലെങ്കിൽ ഇന്നസെന്റിനോട് കയ്യും കാലും കാണിച്ചാണോ? ഞങ്ങള് വെറുതെ ഒരു കോമ്പോയ്ക്ക് വേണ്ടി വെറുതെ. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ഈ ഇന്നസെന്റിനെ മാത്രം ചൂസ് ചെയ്യാൻ എന്താ കാരണം? ഇന്നസെന്റ് അവിടെ ഉള്ളത് കയ്യും കാലും കാണിക്കുന്ന ഉറപ്പാണ്. പറയൂ. എന്തായാലും രണ്ടുപേരും വന്ന് കയറിയപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തത്. നമ്മൾ സാധാരണ പെൺകുട്ടികളൊന്നും അധികം ഇത്ര നന്നായിട്ട് ചെയ്യാറില്ല, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള പലരും വന്നതിനേക്കാളും ഗംഭീരമായി അഖില ചെയ്തു. അതിനൊരു സ്പെഷ്യൽ കയ്യടി. ഹരീഷിനെയും ഈ പറഞ്ഞതുപോലെ ഒരു പൊട്ടും തൊട്ട് വന്നപ്പോ അതെ, ഞാൻ അങ്ങ് അത്രയും വിചാരിച്ചില്ലടോ. താൻ അന്ന് ഭയങ്കരമായിട്ട് താനും ചെയ്തു. അത് നന്നായിരിക്കട്ടെ. ഇത് എന്നും വേണം. ആയുർവേദ ഡോക്ടർ ആയി കഴിഞ്ഞാലും ഇതൊന്നും മനസ്സിൽ നിന്ന് കളയരുത് എന്ന് മാത്രമേ നമുക്ക് പറയാം. ആസിഫ് അലിയെ ഭയങ്കര വെറൈറ്റി ആയിട്ട് ചെയ്തു അല്ലേ? പിന്നെ അസലായിട്ട് ഇതെങ്ങനെയാ ടൈം കിട്ടുന്ന പ്രാക്ടീസിന്? അല്ല, എനിക്കത് പ്രത്യേകിച്ച് ടൈമിന്റെ ഇപ്പോ കലോത്സവം ആസിഫ് അലിയുടെ വോയിസിലൊന്ന് പറയൂ, കേൾക്കട്ടെ. ഇതിപ്പോ പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് സമയത്തിന്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല.